Meet the editors. മീറ്റ് ദി എഡിറ്റേഴ്സ് ചർച്ചയിലേക്ക് കടക്കുകയാണ്. കലഹമില്ലാതെ തീരുമോ എന്നതാണ് ചോദ്യം. ആദ്യം സുനിൽ, കലഹമില്ലാതെ തീരുമോ? ഇപ്പോൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറഞ്ഞാണ്, ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കലഹങ്ങളില്ലാതെ കോൺഗ്രസ്സിൽ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇവിടെ ഇത് ഒരു വലിയ പ്രശ്നമായി തീരില്ല. ഒരുപക്ഷെ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തലയുടെ പിണക്കം പരിഹരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രമേശ് ചെന്നിത്തല ഒരു മുറിവേറ്റ കടുവയായി പുറത്തു നിൽക്കുന്നത് വി ഡി സതീശൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുമോ ആ വിട്ടുവീഴ്ചകളൊക്കെ തന്നെ വരുത്തി പരമാവധി രമേശ് ചെന്നിത്തലയെ ഈ ക്യാബിനറ്റിൽ ഒപ്പം കൂട്ടാൻ വി ഡി സതീശൻ ശ്രമിക്കും. അദ്ദേഹത്തിന് ആഭ്യന്തരം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള രണ്ടുപേരെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അവരില്ല എങ്കിൽ, ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനും അൻവർ സാദത്തും അവരില്ല എങ്കിൽ താൻ ക്യാബിനറ്റിലേക്കില്ല. അതാണ് ചെന്നിത്തലയുടെ നിലപാട്. ഏതായാലും ഇതൊക്കെ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഒരു ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ കലഹങ്ങൾ തുടങ്ങുന്നത് ഇപ്പോഴല്ല. ഇതിപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സത്യപ്രതിജ്ഞയിലേക്കൊക്കെ തന്നെ പോകും. ഈ സർക്കാർ അധികാരത്തിലെത്തി മുന്നോട്ടുള്ള യാത്രയിലാണ് യഥാർത്ഥ കലഹം ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കാലത്തെ കോൺഗ്രസിൻ്റെ ഒരു 10-20 വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ നമുക്കറിയാലോ, ഡൽഹിയിലൊക്കെ സംഘടനാപരമായ ചർച്ചകൾക്ക് എപ്പോഴും PCC അധ്യക്ഷനുണ്ടാവും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അതല്ലെങ്കിൽ PCC അധ്യക്ഷനുണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാകും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വരും. അതിപ്പോൾ ലീഡറുടെ കാലത്താണെങ്കിൽ AK ആൻ്റണി ഉണ്ടാവും. ഒപ്പം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വന്നപ്പോൾ അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരേ കാറിൽ പോകും. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളായി നിൽക്കുമ്പോഴും ഒന്നിച്ചു പോയി ഒരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കും. അന്നൊക്കെ ഗ്രൂപ്പ് വിഭജനമൊക്കെ തന്നെയുണ്ട്. അതേസമയം ആ ഒരു സമവാക്യം തെറ്റുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും സുധാകരൻ KPCC അധ്യക്ഷനുമായി വന്നതിന് ശേഷം ആ ഒരു സമവാക്യം തെറ്റുന്നുണ്ട്. രണ്ടുപേരും ഒന്നിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിന് പല സംഘടനാപരമായ സാഹചര്യങ്ങളും കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നതാണ്. അസാധാരണമായ മുഖ്യമന്ത്രി മത്സര പോരാണ് നമ്മൾ കണ്ടത്. അവിടെ ആ ഒരു പോരിൽ വിജയിച്ചത് വി ഡി സതീശനാണ്. അപ്പോൾ പരാജയപ്പെട്ടത് KC വേണുഗോപാലാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. പരാജയപ്പെട്ട മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള, താഴെത്തട്ടിൽ വരെ വലിയ സ്വാധീനമുള്ള, സംഘടനാപരമായി കരുത്തുറ്റൊരു നേതാവാണ് രമേശ് ചെന്നിത്തല. KC വേണുഗോപാലും അതുപോലെ തന്നെയാണ്. വി ഡി സതീശൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സംഘടനയ്ക്കകത്ത് വലിയ പിന്തുണയില്ല. ഇപ്പോൾ MLA-മാരുടെ എണ്ണം എടുത്താൽ പോലും അത് ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ ഈ ഒരു കലഹങ്ങൾക്കൊക്കെ ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയ MLA-മാർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഏതാണ്ട് ഒട്ടുമുക്ക MLA-മാരും അവിടെ എത്തി. KPCC അധ്യക്ഷൻ അവിടെ എത്തി. വർക്കിംഗ് പ്രസിഡന്റുമാർ അവിടെ എത്തി. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ വസതിയിലാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരുണ്ട്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെയുണ്ട്. വി ഡി സതീശനൊപ്പം അങ്ങനെ ആരും ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വി ഡി സതീശനിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ വെച്ച് പുലർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ തന്നെ നടപ്പാക്കാനായി വി ഡി സതീശന് ശക്തമായി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കലഹത്തിൻ്റെ ഒരു ആഘാതം ഉണ്ടാകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. സംഘടനാപരമായി വലിയ പിന്തുണയില്ലാതെ വി ഡി സതീശന് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും പിണറായി വിജയനെ തന്നെയാണ് പ്രതിപക്ഷ നേതാവായി ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്, CPM തീരുമാനിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? പിണറായി വിജയന് പാർട്ടിക്കുള്ളിലുള്ള വലിയ പിന്തുണ തന്നെയാണ്. ഇപ്പോഴും പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടി എന്ന തലത്തിലേക്ക് സംഘടനാപരമായി അദ്ദേഹം ഇപ്പോഴും ഒരു നെടും തൂണായി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും പിണറായി വിജയനെ തള്ളിക്കളയാൻ ഇപ്പോഴും പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ്. വലിയ വിമർശനങ്ങൾ ഉള്ളപ്പോഴും അത് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അതേ ഒരു സാഹചര്യം ഒരുപക്ഷെ വി ഡി സതീശനെ സംബന്ധിച്ച് ഉണ്ടാകണമെന്നില്ല. ഏതായാലും ഇന്ന് വളരെ തന്ത്രപരമായ അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക്കായ ഒരു നീക്കമാണ് വി ഡി സതീശൻ നടത്തിയത്. അദ്ദേഹം ലീഗ് ഹൗസിൽ പോകുന്നു. അവിടെ പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളെയൊക്കെ തന്നെ കാണുന്നു. വളരെ സൗഹൃദപരമായ സംഭാഷണം. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണൊന്ന് രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത്. ആ കൂടിക്കാഴ്ച കണ്ടാൽ വലിയ സൗഹൃദമാണ് ഇരുവരും തമ്മിൽ. പുഞ്ചിരിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം വി ഡി സതീശൻ നേരെ പോകുന്നത് KC വേണുഗോപാലിൻ്റെ വസതിയിലേക്കാണ്. അവിടെ KC വേണുഗോപാലിനൊപ്പം സംസാരിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. അവിടെ വി ഡി സതീശൻ KC വേണുഗോപാലിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ കണ്ടാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം എത്രത്തോളം അദ്ദേഹം പിരിമുറുക്കത്തിലാണ് നിൽക്കുന്നത്. ആ പുഞ്ചിരിക്ക് പിന്നിൽ അദ്ദേഹത്തിന് എത്രത്തോളം വേദനയുണ്ട്, എത്രത്തോളം അപമാനിതനായതിൻ്റെ ഉൾവേദന എത്രത്തോളം KC വേണുഗോപാലിലുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും.
അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ നേരെ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കാണ്. നോക്കൂ, രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് അദ്ദേഹം തന്നെ പറയുന്നത് അധാർമികമായിട്ടാണ് എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്നാണ്. അത് ആ കോവിഡ് കാലത്ത് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നതിൽ നിന്ന് മാറ്റിയാണ് വി ഡി സതീശനെ കൊണ്ടുവരുന്നത്. അതിലൊരു പ്രധാന റോൾ വഹിച്ച നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് കെ സി വേണുഗോപാൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഇടയിലുള്ള ഒരു വലിയ വിടവുണ്ട്. ആ വിടവ് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ആ വിടവ് അവസാനിക്കുകയും ഇന്ന് നമ്മൾ കണ്ട കാഴ്ച അവിടെ ഇരുന്നു കൊണ്ട് രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാലിൻ്റെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ആ നിലയിൽ അവരൊരു ഐക്യം പ്രഖ്യാപിക്കുകയാണ്, ഐക്യ സന്ദേശം നൽകുകയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സംഘടനാപരമായി അത് സംസ്ഥാനത്താണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഹൈക്കമാൻഡിലാണെങ്കിലും കരുത്തുറ്റ നേതാക്കളാണ് രമേശ് ചെന്നിത്തലയായാലും കെ സി വേണുഗോപാലായാലും. ഗാന്ധി കുടുംബത്തിലും നെഹ്റു കുടുംബത്തിൽ ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ള നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ. ഇതായിരിക്കും ഒരുപക്ഷെ ഈ കലഹം എന്ന് പറയുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്നുണ്ട് എങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം സംഘടന വി ഡി സതീശനൊപ്പമില്ല, പാർട്ടി വി ഡി സതീശനൊപ്പമില്ല, പാർട്ടിയിൽ വലിയ പിന്തുണ വി ഡി സതീശനൊപ്പമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ആശാ വർക്കർമാർ വി ഡി സതീശനെ കണ്ടിട്ടുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അവർക്കുള്ള ഓണറേറിയം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനം വാഗ്ദാനങ്ങൾ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള മുറവിളികളാണ്. അതിലാദ്യം വരാൻ പോകുന്നത് KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്നുള്ളതാണ്. തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജനകീയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തമാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാവുന്ന പിണക്കങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വരും. ഇതൊന്നും വലിയൊരു വിഷയമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ നാളെ ഉച്ചയ്ക്ക് മുൻപ് തീരും. പക്ഷേ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ നേരിടാൻ പോകുന്ന കലഹവും പ്രതിസന്ധിയും ഭീഷണിയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും. അത് ഈ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നോക്കൂ, വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് അധികാരത്തിൽ വരുന്ന ഒരു നേതാവിലായാലും സർക്കാരിലായാലും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ആകാശത്തോളമായിരിക്കും. ആ പ്രതീക്ഷയുടെ ഒരു പടവെങ്കിലും ചവിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിൻ്റെ പകുതിയെങ്കിലും പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ എത്രത്തോളം മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ടുണ്ടോ അതിൻ്റെ വലിയ ആഘാതത്തിൽ ജനങ്ങൾ താഴേക്കെറിയും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഘടന പോലും കൂടെ ഇല്ലാത്തൊരു സാഹചര്യം എങ്ങനെയായിരിക്കും വി ഡി സതീശൻ കൈകാര്യം ചെയ്യുക എന്നതൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ഇപ്പോൾ വി ഡി സതീശൻ ഒരു വശത്തും കോൺഗ്രസും കോൺഗ്രസിലെ കരുത്തുറ്റ നേതാക്കളും സംഘടനയും ഒക്കെ മറുവശത്തും എന്ന നിലയിലാണ് ഈ UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. ശരി, കലഹമില്ലാതെ തീരുമോ എന്ന ചോദ്യത്തിന് കലഹമില്ലാതെ തീരണമല്ലോ, കലഹമില്ലാതെ തീർത്തേ തീരൂ എന്ന രൂപത്തിലേക്ക് ഈ പാർട്ടിയും ഈ മുന്നണിയും എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു മുന്നണിയെ അധികാരത്തിൽ ജനം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനത്തിന് അവിടെ റോളില്ല. ജനം മാറി നിൽക്കുന്നു, അവിടെ മന്ത്രിമാരെ തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. ഈ രൂപത്തിലാണ് സാധാരണ സംഭവിക്കുക. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ മുഖ്യമന്ത്രിയെ ജനം തീരുമാനിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ ആദ്യമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന രീതിയിൽ അതിനെ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ മുഖ്യമന്ത്രിയെ ജനം തീരുമാനിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി നൽകിയ അല്ലെങ്കിൽ ആ വ്യക്തി നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വലിയ അക്കത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വിജയിക്കാനായതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ജനത്തിന് മുന്നിൽ ഈ ഗ്രൂപ്പില്ലായിരുന്നു, ഏതൊക്കെ ഗ്രൂപ്പിലെ നേതാക്കളാണ് എന്നില്ലായിരുന്നു. സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും എല്ലാ സ്ഥാനാർത്ഥികളും ആ രൂപത്തിൽ വലിയ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നത് ഒരു മാറ്റം വാഗ്ദാനം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ആ നേതൃനിരയിൽ നിന്ന് വന്നിരിക്കുന്ന ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ജനമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന കലഹം എന്ന രൂപത്തിൽ ഇപ്പോൾ 11 മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാണല്ലോ കോൺഗ്രസിലുള്ളത്. അതിൽ 4 പേരുടെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ഇതിൽ ശരിയാണ്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമം നടന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും നൽകിക്കൊണ്ട് അത് പരിഹാരം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം തനിക്ക് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കൂടി മന്ത്രിസ്ഥാനം വേണമെന്നുള്ള അദ്ദേഹം ഒരു മര്യാദ എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്ന ആ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്കില്ല എങ്കിലും രമേശ് ചെന്നിത്തല ഉറപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹപ്രകടനം അവിടെ നടന്നിട്ടുണ്ട്. ഈ ചർച്ചകളിലേക്ക് വരുമ്പോൾ അങ്ങനെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്ന മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു പരിഹാരം എന്ന രൂപത്തിലേക്ക് അത് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
മുന്നോട്ട് വെച്ച മുഴുവൻ പേരുകളും പരിഗണിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ റോൾ, കെ സി വേണുഗോപാലിന് റോൾ ഉണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ആ രൂപത്തിൽ തന്നെ ഇവിടേക്ക് വരികയും ചർച്ചകൾ നടത്തുകയും, ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ളവർ തന്നെയാണ് കൂടുതൽ സ്ഥാനാർത്ഥികളായതും. അതുപോലെ അവിടെ യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ, വി ഡി സതീശൻ്റെ കൂടെ നിൽക്കുന്നവർ, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്നവർ എന്ന രൂപത്തിൽ കണക്കാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതിൽ ഗ്രൂപ്പില്ലാത്ത ഒരാൾ വി ഡി സതീശനാണ്. അദ്ദേഹത്തിൻ്റെ അത് ന്യൂനതയായി കോൺഗ്രസിനകത്ത് കാണുന്നുണ്ടെങ്കിലും അത് പുറത്ത് ജനം കാണുന്നത് അതൊരു പ്ലസ് ആയിട്ടാണ്, അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്നുള്ളത് വേണ്ട എന്ന് ഹൈക്കമാൻഡ് പലതവണ പറയുകയും, ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറഞ്ഞത് എല്ലാവരും ഒന്നിച്ച് കളിക്കുന്ന ഗ്രൂപ്പ് ഡാൻസ് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഏത് തലത്തിലെത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കലഹം ക്ഷമിച്ചു. ഇനി അങ്ങോട്ട് കലഹത്തിന് സാധ്യതയില്ലത്. കാരണം ഇനി ഈ ഭരണം വരാൻ പോകുന്നത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വന്നതുപോലെ ഒരു തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണത്തിലേക്ക് വരിക എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ട്, വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്തു നിന്നുള്ള വെല്ലുവിളികളുണ്ട്. അതേസമയം വലിയ ഉത്തരവാദിത്വവും വി ഡി സതീശനൊപ്പമുണ്ട്. അതാണ് വി ഡി സതീശൻ ഈ പറയുന്ന മറ്റു മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ പിടിവാശിയൊന്നും പിടിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ എല്ലാവർക്കും സമ്മതമായ പേരുകളിലേക്ക് വരട്ടെ. അത് 3 നേതാക്കളും അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ലീഗിലേക്ക് വരുമ്പോഴും ലീഗിന് 4 മന്ത്രിസ്ഥാനമായിരിക്കും എന്നുള്ള വാർത്തകളൊക്കെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, 5 മന്ത്രിസ്ഥാനത്തിൽ കുറയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഈ 22 MLA-മാരുണ്ടായിരുന്ന ഘട്ടത്തിൽ അവർക്ക് 5 മന്ത്രിമാരുണ്ടായി, അന്ന് 20 അല്ലേ, 20 MLA-മാരുള്ള സമയത്ത് തന്നെ 5 മന്ത്രിമാരുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ MLA-മാരെ തന്നെ മലബാറിൽ വിജയിപ്പിക്കുന്നതിൽ ലീഗിനുണ്ടായിരുന്ന പങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതൊന്നും വിസ്മരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആ 5-ൽ കലഹം ഉണ്ടാകില്ല, കോൺഗ്രസിൽ നിന്നും അത്തരം സംസാരം ഉണ്ടാകില്ല. അപ്പോൾ 5-ൽ 2 പേരുടെ കാര്യത്തിൽ പേരുകൾ ഏതൊക്കെയാകണമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതവിടെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. നാളെയോടെയാണ് ലീഗിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുക. ഞാൻ മനസ്സിലാക്കുന്ന VA ഗഫൂറിൻ്റെയും AK അഷ്റഫിൻ്റെയും കാര്യത്തിൽ മാത്രമാണൊരു തർക്കം, ആര് വേണമെന്നുള്ള തർക്കമുള്ളൂ. ബാക്കി എല്ലാ പേരുകളും ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പറയുന്ന ഒറ്റ MLA മാറി ശരിക്കും ഈ 10 വർഷം മുന്നണി മാറാതെ നിന്ന എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ കോൺഗ്രസ് മന്ത്രിമാർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഒരു MLA-മാർക്കുള്ളവർക്ക് ഈ പറയുന്ന ടേം വ്യവസ്ഥ, അത് 2 പേർക്ക് മാത്രമേ അത് ബാധകമാകുന്നുള്ളൂ. ആ ടൈം വ്യവസ്ഥ, ആ ടൈം വ്യവസ്ഥയിൽ അതിൽ ചില മുറുമുറുപ്പുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാണി സി കാപ്പൻ അതിലൊരു വിഷമം പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ആ യോഗം അവസാനിച്ചിരിക്കുന്നു. മന്ത്രിസ്ഥാനത്തിലെ ടൈം വ്യവസ്ഥയിൽ അതൃപ്തിയുണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് പറയുന്നു. പക്ഷേ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ഒരു ടൈം വ്യവസ്ഥയിൽ തന്നെ വരേണ്ടി വരേത്. ജോസ് കെ മാണി മുൻപും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസിലുള്ളവരെ പരിഗണിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ കേൾക്കുന്ന പേരുകളെല്ലാം തന്നെ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയ മന്ത്രിമാരാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കെ മുരളീധരൻ ആണ്, മുൻ വൈദ്യുതി മന്ത്രിയാണ്. തിരുവഞ്ചൂർ ആഭ്യന്തരവും ആരോഗ്യം റവന്യൂവും വനം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത പേരാണ്. തിരുവഞ്ചൂർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്ത സണ്ണി ജോസഫാണ്. MLA ആയിട്ട് പല ഊഴമുണ്ടെങ്കിലും മന്ത്രിയായിട്ട് ആദ്യമാണ്. ബിന്ദു കൃഷ്ണയും ആദ്യ അവസരത്തിൽ MLA ആവുന്നു, ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രിയാകുന്നു എന്നുള്ളതാണ്. AP അനിൽകുമാറും എക്സ്പീരിയൻസ്ഡ് ആണ്. പല തവണ ടൂറിസം, സാംസ്കാരികം, പിന്നാക്കക്ഷേമം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. PC വിഷ്ണുനാഥ് 4 തവണ MLA ആയിട്ടുണ്ടെങ്കിലും ആദ്യമായി മന്ത്രിയാവുന്നു. ചാണ്ടി ഉമ്മനും ആദ്യമായിട്ട് മന്ത്രിസഭയിലേക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ സഭയെ പോലെ തന്നെ അല്ലേ, പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മന്ത്രിസഭയായിരിക്കും വരിക. അപ്പോൾ ഫ്രഷായി തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബംഗാൾ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി തമിഴ്നാടും കേരളവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു വലിയ കാരണം, PM ശ്രീക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതികരിച്ചാണ്. അപ്പോൾ എന്താണ് കോൺഗ്രസിന് മുന്നിൽ ഈ പറയുന്ന കേരളത്തിന് വിഹിതം കിട്ടാത്ത ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. യുവാക്കൾ വിദേശത്തേക്ക് കൂടുതലായി പോകുന്ന കാര്യം, തൊഴിലില്ലായ്മ ദേശീയ ശരാശരിയുടെ 3 മടങ്ങാണെന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. അതുപോലെ ഇപ്പോൾ പറയുന്ന ഈ ആശമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ 5 ഉറപ്പുകൾ, ആ 5 ഉറപ്പ്, 5 ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടികൾ വളരെ വേഗം നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായും ഊന്നേണ്ട കാര്യം. വൺസ് ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന രൂപത്തിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആത്യന്തികമായി നന്നായി ഭരിച്ചു മുന്നോട്ട് പോവുക. കാരണം ജനം എല്ലാ സമയവും ഓഡിറ്റ് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലേ. ജനം ഓഡിറ്റ് ചെയ്യുമെന്നുള്ള ഓരോ പിഴവുകളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്ക് വന്ന ഒരു പിഴവ് കൂടി ഇപ്പോൾ ജനം ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ജയിച്ച ചില ലീഗ് MLA-മാർ ഇവിടെ ജനം വേണ്ടെന്ന് വെച്ച അല്ലെങ്കിൽ കോൺഗ്രസ് വേണ്ടെന്ന് വെച്ച മുൻ MLA-ക്കൊപ്പം എടുത്ത സെൽഫി ഏത് രീതിയിൽ അതിനോട് ശക്തമായി പ്രതികരിച്ചു, പരമാവധി വെളുപ്പിച്ചുകൊള്ളും. അതെ, പരമാവധി വെളുപ്പിച്ചുകൊള്ളുന്ന പേരിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രതികരണം. അപ്പോൾ നിങ്ങളുടെ ഓരോ പിഴവുകളും അത്
ഡേ 1 മുതൽ നിങ്ങളെ ആ തരത്തിൽ തന്നെ ജനം നിരീക്ഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് മുന്നിലെ ഏറ്റവും വെല്ലുവിളി. ആ വെല്ലുവിളി കടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ടീം BDSന് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ കലഹമില്ലാതെ തീരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കലഹമില്ലാതെ തീരുമോ എന്നാണ് ചോദ്യം. മാധു? കലഹം ഉണ്ടായിക്കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ കലഹമില്ലാതെ തീരുമോ എന്നുള്ളതല്ല, കലഹം തീരുമോ എന്നതാണ് ചോദ്യം. അത് സ്വാഭാവികമായും നാളെ ഉച്ചയോടുകൂടി തീരേണ്ടതാണ്. ഈ ഘട്ടം, ഒന്നാം ഘട്ടം നാളെ ഉച്ചയോടുകൂടി തീരുകയും ആ പട്ടിക ലോക്ഭവനിലേക്ക് എത്തുകയും മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുകയും വേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് പെട്ടെന്ന് തീരും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇനി സുനിൽ സാർ പറഞ്ഞു കലഹം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. സ്വാഭാവികമാണ്. UDF ഭരണത്തിൽ വന്ന കാലങ്ങളിലെല്ലാം അത്തരം പല കലഹങ്ങളും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള പല നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഡിബേറ്റിൽ ശ്രീ N. ശ്രീകുമാർ അല്ലെങ്കിൽ എപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസിന് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കോൺഗ്രസിന് ഭരിക്കുന്നതിനും രാഷ്ട്രീയം നടത്തുന്നതിനും ഒക്കെ ഒരു രീതിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ ആ രീതി കണ്ടിട്ട് 10 വർഷമായിരിക്കുന്നു. ഈ 10 വർഷം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളുടെ കാലമാണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്ന നിലയ്ക്കല്ല, നമ്മുടെ സമൂഹവും മാറിയിരിക്കുന്നു, സമൂഹം ഉപയോഗിക്കുന്ന മാധ്യമങ്ങളും മാറിയിരിക്കുന്നു. മുൻപ് CPM ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് CPMനുള്ളിൽ അറിയുകയും അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രം പുറത്തേക്ക് അറിയുകയും ചെയ്യുന്നതാണ്. ഇന്ന് CPMന്റെ തീരുമാനങ്ങൾ പോലും CPM എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. കോൺഗ്രസിൽ രഹസ്യമില്ലാത്ത പാർട്ടിയാണ്. രഹസ്യം പറയാൻ തീരുമാനിക്കുമ്പോൾ പരസ്യമാകുന്ന പാർട്ടിയാണ്. അത് അധികാരത്തിലേക്ക് വരുന്ന കാലത്തിനനുസരിച്ച് മാറിയില്ല എങ്കിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമൊന്നും ഇല്ല. ഇപ്പോൾ മാത്രമല്ല, നമ്മൾ ഈ ത്രികോണ പ്രണയം എന്നൊക്കെ കേൾക്കുന്നത് പോലെ ഒരു പ്രതികാര കഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പരാജയപ്പെടുന്നവർ ഒന്നിക്കുകയും ജയിച്ചയാളോട് അതിന് പഴിവാങ്ങാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എത്തിച്ചേരാൻ പോകുന്നത് എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുന്ന ഒരു കോൺഗ്രസിനെ കുറിച്ചാണ് മിനിമം കോൺഗ്രസിന്റെ അണികളും അധികാരത്തിലെത്തുന്ന സമയം വരെയും അവരോടൊപ്പം ഉറച്ചു നിന്ന സഖ്യകക്ഷികളും ഒക്കെ പറഞ്ഞത് ഒക്കെ വിചാരിച്ചിട്ടുള്ളത്. ലീഗിനെ കുറിച്ച് ഞാൻ എല്ലാ കാലവും കേട്ടിട്ടുള്ളത്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലും കേട്ടിട്ടുള്ളത്, അധികാരമില്ലാതെ തുടരാൻ കഴിയാത്തൊരു പാർട്ടിയാണ് ലീഗ്. ഒരു തവണ കൂടി കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടില്ല എങ്കിൽ ലീഗ് UDFന്റെ ഭാഗമായി തന്നെ ഉണ്ടാകില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ലീഗിന് ഇത്തവണ അങ്ങനെ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല, ലീഗ് കോൺഗ്രസിനൊപ്പം ചേർന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ പണിയെടുത്ത് ഈ ഫലപ്രാപ്തി 102ലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് വലിയ തോതിൽ ഒപ്പം നിൽക്കുകയും പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ പോലും ഒപ്പം നിൽക്കുകയും വലിയ സ്ട്രൈക്ക് റേറ്റോട് കൂടി തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യുകയും ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം UDF മുന്നിലുണ്ട്. സ്മൃതി മാഡം പറഞ്ഞതുപോലെ സർക്കാർ രൂപപ്പെട്ട് കഴിയുമ്പോൾ കലഹങ്ങൾ മാറ്റിവെച്ച ഒരു ഐക്യത്തോടു കൂടി കൂട്ടുത്തരവാദിത്വത്തോടു കൂടി മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ളൊരു സാഹചര്യം. ഇപ്പോൾ കൂറ് മറ്റു പലയിടങ്ങളിലും മറ്റു പല നേതാക്കളോടും ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയും വിമർശനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ പലരും ചെറുപ്പക്കാരാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മനെ പോലെയുള്ള ആളുകൾ, M. ലിജുവിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗമാകുന്ന സമയത്ത് ആദ്യമായി കിട്ടുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ഈ നാട്ടിൽ എൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ അടയാളപ്പെടുത്തി പോകാൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് കളിച്ചൊരു 5 വർഷം തീർത്തേക്കാം എന്ന് വിചാരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പെർഫോമൻസ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ PC വിശ്വനാഥ് മന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇപ്പോൾ ആരോഗ്യമന്ത്രി ഒരുപക്ഷെ ആയേക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. UDF ഏറ്റവും കൂടുതൽ LDF ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടൊരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. അവിടെ വരുന്ന അടുത്ത മന്ത്രി കാത്തിരിക്കുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ഓഡിറ്റിംഗ് ആയിരിക്കും. ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുകയും ഓരോ ദിവസവും ജഡ്ജ് ചെയ്യപ്പെടുകയും ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഈ അതിരു കടന്ന രാഷ്ട്രീയ കളിക്കപ്പുറത്തേക്ക് വലിയ ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കേണ്ടുന്ന ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ സുനിൽ സാർ പറഞ്ഞല്ലോ, VD സതീശനോടൊപ്പം അത്രയധികം ആളുകളില്ല. KC വേണുഗോപാൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ വലിയ ആളാരവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. KC വേണുഗോപാലിന് ആളാരവങ്ങളില്ലാതെ ഇവിടേക്ക് വന്നിറങ്ങാൻ കഴിയില്ല. കാരണം അദ്ദേഹം ആ റേസിൽ മാറി നിൽക്കുകയും VD സതീശൻ ജയിക്കുകയും ചെയ്ത ആളാണ്. ജയിച്ച ഒരാൾ ഒറ്റയ്ക്ക് പോയാൽ അയാൾ ഒറ്റയ്ക്ക് പോയെന്ന് ആരും പറയില്ല. പക്ഷെ പിൻവാങ്ങി നിന്ന ഒരാൾ ഒറ്റയ്ക്കൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് അവിടെ ആളാരവമില്ലെങ്കിൽ അവസാനിച്ചു എന്ന് എഴുതി തള്ളിക്കളയും ഈ സമൂഹം. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അവിടെ വരണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകും. അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുകയും അത് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതാണ്, അത് ശക്തി തെളിയിക്കാതെ പോകാൻ കഴിയില്ല. ഇപ്പൊ KC വേണുഗോപാലിന് സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ദില്ലി സന്ദർശനം കഴിഞ്ഞ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് മടങ്ങി വരുന്ന നിലയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ കഴിയില്ല.
കാരണം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയായി മാറും, അതിനുള്ള സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരിടത്തു നിന്ന് ഇത്രയും വലിയ ഈ MLA-മാരെല്ലാം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ളൊരു കാരണം കൂടി ഒരുപക്ഷെ എന്തായിരിക്കും, അദ്ദേഹത്തിന് അവരുടേതടക്കം പൊളിറ്റിക്കൽ കരിയറിനെ കൃത്യമായി സ്വാധീനിക്കാനും നിർവചിക്കാനും നിയന്ത്രിക്കാനും ശേഷിയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ടിടത്ത് അദ്ദേഹത്തിന് അങ്ങനെ മാത്രമേ തിരിച്ച് വന്ന് ഇറങ്ങാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഇപ്പോൾ VD സതീശൻ നാളെ KSRTC ബസ്സിൽ കയറി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും അത് തോറ്റുപോയതുകൊണ്ട് ഒറ്റയ്ക്കായി ഏകനായി എന്ന് ആരും പറയില്ല. അതുകൊണ്ട് അത് അങ്ങനെയേ സാധിക്കൂ എന്നുള്ളതാണ്. ഇനി പിന്നെ വേറൊരു കാര്യം, ഈ വാഗ്ദാനങ്ങളെല്ലാം ശരിയാണ്. ഇന്നിപ്പോൾ ആശമാർ വന്ന് കണ്ടു, VD സതീശൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ആശമാർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതാരാണ്? ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി നേരിട്ടാണ്. അത് സംഘടന പ്രഖ്യാപിച്ചതാണ്. VD സതീശൻ അത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘടനാ സംവിധാനം അതിന് കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കും ഇന്ദിരാ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കാൻ കഴിയില്ല. അത് കൂട്ടുത്തരവാദിത്തമാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്. പിന്നെ ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം ആദ്യത്തെ ഒരു മാസവും ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിലും ഉത്തരവായി പുറത്തിറങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓരോ പ്രോഗ്രസ് കാർഡും LDF സർക്കാരും മുന്നോട്ട് വെക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഒരു വർഷം പൂർത്തിയാക്കിയത്, അത് 5 വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇത്ര പൂർത്തിയാക്കിയെന്ന് പറയുന്നത്. മുഴുവൻ പൂർത്തിയാക്കിയെന്ന് അപ്പോഴും പറയുന്നില്ല. സിംഹഭാഗവും 99% ഞങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. ഒരു നിമിഷം, അപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആ നിലയ്ക്ക് ഉത്തരവിറങ്ങണമെന്ന് നിർബന്ധമില്ല. പറഞ്ഞു ഇതിൽ പലതും ആദ്യ മന്ത്രിസഭയിൽ തന്നെ പ്രഖ്യാപിക്കും, നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഉള്ളത് മെയ് 15 മുതൽ കേരളത്തിൽ സ്ത്രീകളാരും KSRTC-യിൽ ഇനി പൈസ കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നു ഇവിടെ. അധികാരത്തിൽ കയറാത്തൊരു സർക്കാർ വാഗ്ദാനം പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്താദ്യമായ ഒരു സമരം നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ആ രാഷ്ട്രീയ ബുദ്ധിയെക്കുറിച്ചോ ആ രാഷ്ട്രീയ വിവേകത്തെക്കുറിച്ചോ ഞാൻ കമൻറ്റ് ചെയ്യാൻ ആളല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതുപോലും തുടക്കമാണ്. അപ്പം വരാനിരിക്കുന്ന അധികാരത്തിൽ കയറിയാൽ പിറ്റേ ദിവസം മുതൽ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നുള്ളതാണ്. BJP-യുടെ MLA-മാരടക്കം ഇത്തവണ ഉണ്ട് എന്നതും പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സർക്കാരായിരിക്കും. ഗ്രൂപ്പ് കളിച്ച് നടക്കാൻ സമയമുണ്ടാകില്ല. ആദ്യത്തെ ക്ലാസ് മുതൽ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന പഠിപ്പിസ്റ്റുകളെ മാത്രമേ കേരളം പ്രതീക്ഷിക്കുന്നുണ്ടാവുള്ളൂ എന്നതാണ് പ്രധാനം. ഇപ്പോൾ നോക്കൂ, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം അധികാരത്തിലേറുന്ന സമയത്ത് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയമാണ്. ഞാൻ PRD-യിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയമാണത്. ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഈ പറയുന്ന കവറേജിൻ്റെ ഭാഗമായി, സർക്കാരിൻ്റെ കവറേജിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ നമ്മളതുവരെ ഇപ്പം ശരിയാണ്, നായനാരൊക്കെ ഈ ടെലിഫോൺ കോളിലൂടെയൊക്കെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം നേരിട്ട് പോയി നിൽക്കുകയും രാപ്പകലില്ലാതെ പണിയെടുക്കുകയും കാറിലിരുന്ന് മാത്രം ഉറങ്ങുകയും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് വിശ്രമിക്കുകയും വരുന്ന ആളുകളെ മുഴുവൻ കാണുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നോക്കൂ, ഇപ്പം മാം പറഞ്ഞല്ലോ ഒരു തുടർഭരണം ലക്ഷ്യമിട്ടു എന്ന്. ആ ഘട്ടത്തിൽ നമ്മളെന്താ വിചാരിക്കുക? ഇതല്ലാതെ ഇതിൽ കുറഞ്ഞിനി വേറൊരു സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് വലിയ തോതിൽ ഓഡിറ്റ് ചെയ്യപ്പെടും. ഇതിനപ്പുറത്തേക്കും ഇനി വേറൊരു മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സർക്കാർ അവസാനിച്ചത് എങ്ങനെയാണ്? കടുത്ത ചീത്തപ്പേരും കടുത്ത അപവാദങ്ങളും കടുത്ത ആരോപണങ്ങളും കടുത്ത അഴിമതി ആരോപണങ്ങളും ഒക്കെ കൊണ്ടാണ് അത് അവസാനിച്ചത്. അപ്പോൾ തുടക്കം നന്നായാൽ പോലും എങ്ങനെ പര്യവസാനിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് തുടക്കം വല്ലാതെ നന്നാവേണ്ടുന്ന ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നു. മടങ്ങിയെത്താം ശ്രീ ആൻഡ്രൂ. കലഹമില്ലാതെ തീരുമോ? കലഹമില്ലാതെ തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കലഹം ആ രീതിയിലുള്ള കലഹങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 21 മന്ത്രിസ്ഥാനത്തിൽ 11 മുഖ്യമന്ത്രി അടക്കം കോൺഗ്രസിനും, ബാക്കി 10 ഘടകകക്ഷിയിൽ കൊണ്ട് ലീഗിന് 5, കേരള കോൺഗ്രസ് 2, CMPക്ക് 1, RSPക്ക് 1, മണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം എന്നുള്ള നിലയ്ക്കാണ്. അതിനകത്ത് എടുക്കാൻ പറ്റുക മാക്സിമം ശ്രമിക്കുക. കേരള കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ഇങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടെ കോൺഗ്രസിൻ്റെ അടുത്ത് 12 ആകാനേ സാധ്യതയുള്ളൂ. എന്നാലും മുഖ്യമന്ത്രി അടക്കം 12. അപ്പോൾ 11 MLA മന്ത്രിസ്ഥാനമേ ഉള്ളൂ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അധികാരത്തിൽ വന്നവരെല്ലാവരും പരിധിപ്രജ്ഞരായിട്ടുള്ള MLA-മാരാണ്. കാരണം 3, 4, 5 വർഷം MLA ആയ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കാതെ പോകുക എന്ന് പറയുന്നത് വലിയ, ഇപ്പം നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് പരിഗണിക്കേണ്ട ആളാണെന്ന് തോന്നാം. അനിൽകുമാറിൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടുന്ന ആളാണെന്ന് തോന്നാം. T. സിദ്ദിഖിൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടണമെന്ന ആളാണെന്ന് തോന്നാം. സജീന്ദ്രൻ്റെ കാര്യത്തിനകത്ത് പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. അപ്പം നമ്മൾ കാണുന്ന എല്ലാവരും ശക്തൻ്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. അപ്പം പൈസി ബാലകൃഷ്ണൻ്റെ കാര്യത്തിന് വേണമെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ആളാണെന്ന് തോന്നാം. കാരണം എല്ലാവരും 4, 5 പ്രാവശ്യം MLA-മാരായി 2, 3 പ്രാവശ്യം മന്ത്രിമാരായ ആൾക്കാർ വരെ അതിനകത്തുണ്ട്. ഇപ്പോൾ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാർ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട 2 പ്രാവശ്യം മന്ത്രിയായി, 4 പ്രാവശ്യം MLA, മൊത്തം 6 പ്രാവശ്യം MLA ആളാണ് അനിൽകുമാർ. അപ്പം KC
സി പക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ റവന്യൂ വകുപ്പ് കെ സി പക്ഷത്തിന് ശരിക്കും കിട്ടണമെങ്കിൽ അനിൽകുമാറിന് കിട്ടണം എന്നുള്ളതാണ്. അവിടെ അപ്പോൾ സണ്ണി ജോസഫ് ഉണ്ട്, ഇപ്പോൾ കെ സി പക്ഷത്തെ ഭാഗമായിരിക്കുന്ന സണ്ണി ജോസഫ് അവിടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് പോയി രമേശ് ചെന്നിത്തല പറയുന്നു രണ്ടുപേരെയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അധികാരത്തിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നു. അപ്പം രമേശ് ചെന്നിത്തല പക്ഷത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയണം, കെ സി പക്ഷത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ കഴിയണം. ധനവകുപ്പെങ്കിലും ഇല്ലാതെ മുഖ്യമന്ത്രി ഏത് വകുപ്പ് വെച്ചിട്ട് നിൽക്കും എന്നുള്ളതാണ്. ആഭ്യന്തരം കയ്യിൽ നിന്ന് പോയി, റവന്യൂ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ ധനവകുപ്പെങ്കിലും മിനിമം വേണ്ടേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അപ്പം പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ എന്ന് പറയുന്നത് ധനവും ആഭ്യന്തരവും റവന്യൂ ആണ്. അത് 3 പേർക്കും 3ആയിട്ട് വീതിച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലെല്ലാം തന്നെ ഇപ്പം വ്യവസായം, PWD, പഞ്ചായത്ത് ഒക്കെ ലീഗിന് പോയി. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതിനേക്കാൾ അപ്പുറം നിൽക്കേണ്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരു സമന്വയത്തിലെത്തിയ പോലെ തന്നെ MLA മാർ ഒരു സമന്വയത്തിലെത്തേണ്ട അവസ്ഥ വരികയാണ്. കാരണം 63 MLA മാരുണ്ട്. 63 MLA മാരിൽ മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കി 60 പേരിൽ ഒരു 50 പേരും ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ തെറ്റില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രാപ്തിയുള്ളവരാണ്. അപ്പോൾ ഇവർക്കാകെ ഉള്ളത് 10 അപ്പം അതിനനുസരിച്ച് ഇവരെല്ലാം നിൽക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വലിയ രീതിയിൽ അടിക്കും ബഹളത്തിലൊന്നും പോകും എന്നുള്ളത്. കാരണം എല്ലാവരെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെ സി പക്ഷത്തിൻ്റെ ലിസ്റ്റ് 8 മന്ത്രിസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കം 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കറക്റ്റാണ് കാര്യം. പക്ഷേ അതിൻ്റെ അകത്ത് ആരെയൊക്കെ പരിഗണിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ടി സിദ്ദിഖിനെ പരിഗണിക്കണം, ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കണം, നമ്മുടെ ആലുവ MLA അൻവർ സാദത്തിനെ പരിഗണിക്കണം. മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെയാണ് അവിടെ എടുക്കാൻ കഴിയുക. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. SC വിഭാഗത്തിലാണ് അനിൽകുമാറും സജീന്ദ്രനും ഉണ്ട്. ST വിഭാഗത്തിൽ അപ്പം ST വിഭാഗം കൂട്ടുകയാണെങ്കിൽ IC ബാലകൃഷ്ണൻ മാത്രമുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു കാര്യത്തേക്ക് വനിതാ MLA മാരുടെ എണ്ണം കൂട്ടാൻ, വനിതാ മന്ത്രിമാരുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചാൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും വേണേൽ വരാം. തുളസീൻ്റെ കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ വകുപ്പുകളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് സെറ്റാക്കാൻ വേണ്ടി നാളെ ഉച്ചയോടുകൂടി തീരുമാനമാണ്. കാരണം അത് ഒരു കാരണം കൊണ്ടാണ്, നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഗവർണർക്ക് ഇത് കൊടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം കൂടെ അങ്ങോട്ട് പോകേണ്ടി വന്നേനെ. കാരണം തിങ്കളാഴ്ച അവർ സത്യപ്രതിജ്ഞ പ്രഖ്യാപിക്കുകയും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഗവർണർക്ക് ഈ ലിസ്റ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ധാരണയിൽ എത്തുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാർട്ടി സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ പാർട്ടി അവിടെ ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഒക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഭരണപരിഷ്കാര കമ്മീഷനുണ്ട്, പിന്നെ വേണമെങ്കിൽ ഈ സ്പീക്കർ സ്ഥാനമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ സജീന്ദ്രനെയൊക്കെ വേണമെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരാളാണ്. മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം കഴിഞ്ഞ 2016 കോൺഗ്രസിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്നു സജീന്ദ്രൻ. വേണമെങ്കിൽ പരിഗണിക്കാൻ കഴിയുന്ന സ്ഥാനം. അപ്പം സ്ഥാനങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ഒരെണ്ണമുണ്ട്. അപ്പം ഭരണപരിഷ്കാര കമ്മീഷൻ 3 പേരാണ്. അപ്പം ഒന്ന് മുനീറിന് വേണ്ടിയിട്ട് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറയുന്നു, ലീഗ് MK മുനീറിന് വേണ്ടിയിരിക്കുന്നു, കേരള കോൺഗ്രസ് ഒരു മന്ത്രിസ്ഥാനം തരുന്നുള്ളത് ഞങ്ങൾക്ക് PJ ജോസഫിന് വേണ്ടിയിട്ട് അത് വേണമെന്ന് പറയുന്നു. അപ്പം ഇത് ഈ ഭരണപരിഷ്കാര കമ്മീഷനെ ഒരു കാലത്ത് ഏറ്റവും തള്ളി പറഞ്ഞത് കോൺഗ്രസ് ആണ്. കാരണം അത് ഒരു അധിക ചെലവുണ്ടാകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. അപ്പം പിന്നെ അത് പറയുമ്പോൾ പറയാം, നിങ്ങളുണ്ടാക്കിയ വകുപ്പാണല്ലോ, ഞങ്ങൾ ഉണ്ടാക്കിയതല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒറ്റ കാര്യമുള്ളൂ, രമേശ് ചെന്നിത്തല ഏത് രീതിയിൽ അനുനയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിന് ക്ലൈം ഉണ്ട്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ആ ഫൈറ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ ആ രീതിയിൽ പരിഗണിക്കേണ്ടി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ കാര്യത്തിന് അതുപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നിന്നു, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. 2 പേർക്കും അതിൻ്റേതായ നഷ്ടം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തുമായി ബന്ധപ്പെട്ട് ഈ ഫൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നേട്ടം കൊയ്തത് VD സതീശൻ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെ കൈകാര്യം ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി കിട്ടിയത് കൊണ്ട് തന്നെ VD സതീശൻ വലിയ കടുംപിടുത്തത്തിനില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനം, കാരണം ഈ സഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്വം സതീശനെ ഏൽപ്പിച്ചതോടുകൂടി സതീശൻ ബാക്കിയെല്ലാം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ. അപ്പം ആ രീതിയിലൊരു സമവായത്തിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരും മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടുത്തരവാദിത്തമായി മാറും. കാരണം ആർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞാലും ഇത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ബോധ്യം ആ മന്ത്രിസഭയിൽ വരുന്ന ഓരോ മന്ത്രിമാർക്കും ഉണ്ടാവും. മാത്രമല്ല ഇത് ഈ ഗ്രൂപ്പിന്റെ മന്ത്രിയാണ് പ്രശ്നം ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം UDF സർക്കാർ എന്ത് ഭരിച്ചു മാത്രം ജനങ്ങൾക്ക് അറിഞ്ഞാൽ മതി. കാരണം ഗ്രൂപ്പുകൾക്ക് അത് അറിയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം,
ആരെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയാൽ അവർ സ്വന്തം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും, ഒരാളും സപ്പോർട്ട് ചെയ്യാനുണ്ടാവത്തില്ല. ഇപ്പോൾ വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ പിഴവ് പറ്റിയാൽ അത് വി ഡി സതീശൻ സ്വന്തം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പക്ഷവും കെ സി പക്ഷത്തിൽ ആർക്കെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ പക്ഷം മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലീഗും ഈ നിലപാട്, ഇപ്പോൾ ലീഗിനെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ലീഗ് ഈ മന്ത്രിസഭ വരുന്നത് വരെ എടുക്കുന്ന നിലപാട് മന്ത്രിസഭ വന്നതിന് ശേഷം ഒരു വിവാദ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡ്യൂട്ടിയെ കഴിഞ്ഞു. അപ്പം അതാത് മന്ത്രിമാർക്ക് വരുന്ന പിഴവുകൾ അവരവർ സ്വന്തം അനുഭവിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് മാറും. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പുകളെ കുറിച്ചിട്ടാണ്. ഈ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഒന്ന് IT വ്യവസായമൊക്കെയാണ്. IT വ്യവസായമൊക്കെ ലീഗിൻ്റെ കയ്യിലാണ്. PWD പഞ്ചായത്ത് കാര്യം ഒക്കെ ലീഗിൻ്റെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ വരുമാനം കൊണ്ടുവരുന്ന വകുപ്പ് അല്ലെങ്കിൽ ധനവകുപ്പ് വി ഡി സതീശൻ്റെ കയ്യിൽ ഇരുന്നാലുള്ള കാര്യം, ഇത് നടപ്പിലാക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും പണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതായി വരും? വി ഡി സതീശൻ്റെ ആയി. കാരണം ഞങ്ങൾ ചെലവാക്കേണ്ട ആൾക്കാർ മാത്രം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം UDF LDF അധികാരത്തിലുള്ള സമയത്ത് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് CPM ആണ്. CPM സംബന്ധിച്ച് റവന്യൂ മാത്രമാണ് പുറത്തുള്ളത്. ബാക്കി രാജൻ മാത്രമാണ് റവന്യൂ. ബാക്കി പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഴുവൻ CPM-ൻ്റെ കയ്യിലാണ് ഇരുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വകുപ്പുകളും ഏറ്റവും കൂടുതൽ വകുപ്പുണ്ടായിരുന്നു. അപ്പം ആ ഫണ്ട് കളക്ട് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് ഇന്റേണലി ഒരു പ്ലാനിങ് നടത്താൻ കഴിയുമായിരുന്നു. കാരണം അവരെ CPM-ൻ്റെ വകുപ്പ് തന്നെ ആയതുകൊണ്ട് ഇത് ഇത്ര എന്നുള്ള ഇന്റേണൽ പ്ലാനിങ് നടക്കും. ഈ പ്ലാനിങ് UDF-ൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാരണം ലീഗിൻ്റെതായ എല്ലാ കാര്യങ്ങളും കിട്ടേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കിട്ടേണ്ടി വരും. അത് മാത്രം പോരല്ലോ, ശരിക്കും ഇതൊരു 5 ഗ്രൂപ്പായി 5 ഘടകകക്ഷിയായിട്ട് കാണാം. ഒന്ന് വി ഡി സതീശൻ്റെ ഘടകകക്ഷി, ഒന്ന് രമേശ് ചെന്നിത്തല ഒരു ഘടകകക്ഷി, ഒന്ന് KC വേണുഗോപാലിൻ്റെ ഘടകകക്ഷി, പിന്നെ ലീഗ്, കേരള കോൺഗ്രസ്, CMB, പിന്നെ RSP പോലെയുള്ള വകുപ്പുകൾ. അപ്പോൾ ഇത്രയും ഘടകകക്ഷികൾ ഈ ഭാഗത്തുണ്ട്. ഈ രീതിയിലൊരു കൂട്ടുത്തരവാദിത്വം എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായത്. ഞാൻ ഇപ്പോഴൊന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. ഇനി മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ എങ്ങനെ കൂട്ടി മുന്നോട്ട് കൊണ്ടാവും, കൂട്ടുത്തരവാദിത്തോടുകൂടി സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കാണുന്നത്. ശരി, കലഹമില്ലാതെ തീരുമോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. കലഹം എന്ന് വെച്ചാൽ തമ്മിൽ കലബലുണ്ടാക്കി ബഹളമുണ്ടാക്കി തർക്കമായി പുറത്തേക്ക് വരിക, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കലഹമില്ലാതെ തീരുമോ എന്ന ചോദ്യത്തിനും 4 പേരും യെസ് എന്നാണ് മറുപടി പറഞ്ഞത്. Meet the editor.